السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على نبيه الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين. وقال سيدنا ونبينا محمد صلى الله عليه وسلم: إن الشيطان يجري كل إنسان مجرى الدم إليك يا ربي قد وجهت حاجاتي وجئت بابك يا ربي برغباتي أنت العليم بما يجري الضمير به يا عالم الغيب علام الخفيات مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رب تعالى നമ്മൾ ചൊല്ലിയ സ്വലാത്ത് ഖബൂൽ ചെയ്യട്ടെ. ഹബീബായ റസൂലിന്റെ ഹളറത്തിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് റബ്ബ് തആല കണക്കില്ലാതെ രേഖപ്പെടുത്തി എത്തിച്ചു കൊടുക്കട്ടെ. ഹബീബായ റസൂലിന്റെ ശഫാഅത്ത് നമുക്കൊക്കെയും റബ്ബ് തആല നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയത് കാരണത്താൽ വിജ്ഞാന ദീനിന്റെ വിഗ്രഹിക്കട്ടെ. നാളെ റബ്ബിന്റെ സ്വർഗ്ഗലോകത്തേക്ക് കടക്കാൻ കാരണമായ ഒരു കർമ്മമാക്കി ഒരു ഒരുമിച്ച് കൂടലായി റബ്ബ് തആല ഈ ഒരുമിച്ച് കൂടലിനെ നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉസ്താദിന് അല്ലാഹു പരിപൂർണമായ രോഗശമനം നൽകി അനുഗ്രഹിക്കട്ടെ. കൂടുതൽ വൈകാതെ നമ്മുടെ സദസ്സിൽ വരാനും നമ്മുടെ സദസ്സിന് നേതൃത്വം നൽകാനും നമുക്ക് വേണ്ടുന്ന വിജ്ഞാനങ്ങൾ പകർന്നു നൽകാനും റബ്ബ് തആല ആഫിയത്ത് ഉസ്താദിന് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്നും അല്ലാഹു നമ്മെയും അദ്ദേഹത്തെയും കാത്ത് രക്ഷിക്കട്ടെ. കണ്ണന്മാരുടെ കണ്ണിനെ തൊട്ടും സാഹിര്യങ്ങളുടെ സിഹറിനെ തൊട്ടും അസൂയാലുക്കളുടെ അസൂയയെ തൊട്ടും ഉസ്താദിനെയും നമ്മെയും റബ്ബ് തആല കാത്ത് രക്ഷിക്കട്ടെ. റബ്ബിന്റെ പൊരുത്തത്തിൽ അവന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ആയുരാരോഗ്യവും ആഫിയത്തും നമുക്കും അവർക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും റബ്ബ് തആല നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ
ഹൃദയഭാഗമായ സൂറത്ത് യാസീനിൽ അല്ലാഹു നമ്മെ വിളിച്ചറിയിച്ച ഒരായത്താണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. കുറ്റവാളികളായ ആളുകളോട് ഇഹലോക ജീവിതത്തിൽ തിന്മകൾ മാത്രം ചെയ്ത് റബ്ബിന്റെ പൊരുത്തത്തിനെതിരായി ജീവിച്ച തിന്മകളുടെ വക്താക്കളോട് റബ്ബ് തആല നാളെ പറയുന്ന രംഗമാണ് സൂറത്ത് യാസീനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ നിങ്ങൾ ഇന്ന് മാറി നിൽക്കണം, അകന്നു നിൽക്കണം. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ട് പിന്നീട് അല്ലാഹു പറയുന്ന വാക്കാണ് ഞാൻ നിങ്ങളോട് കേൾപ്പിച്ചത്. അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്വാൻ. ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട സൂക്തമാണ്. മുജ്രിമീങ്ങളാവാൻ, കുറ്റവാളികളാവാൻ ഇവർ കാരണമായത് എന്താണ്? ആരാണ് ഇവർ മുജ്രിമാവാൻ കാരണമായത് എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിലൂടെ അല്ലാഹു നമുക്ക് താക്കീത് ചെയ്ത കാര്യം കൂടിയാണത്. പിശാചിനെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം, അവൻ നിങ്ങളുടെ ശത്രുവാണ്. അല്ലാഹു സൂറത്ത് യാസീനിലൂടെ തന്നെ ഇത് പഠിപ്പിക്കാം. ഒരുപാട് ഇടങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം, ആദമിന്റെ മക്കളെ, നിങ്ങളോട് ഞാൻ കരാർ ചെയ്തിട്ടില്ലായിരുന്നോ, കരാർ ചെയ്യിപ്പിച്ചിട്ടില്ലായിരുന്നോ? അല്ലാ തഅബുദു ശൈത്വാൻ, പിശാചിനെ നിങ്ങൾ ആരാധിക്കുകയില്ല എന്ന്. പിശാചിനെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല, അവനെ നിങ്ങൾ വഴിപ്പെടാൻ പാടില്ല, അവനെ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, തീർച്ചയായും പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ശത്രുത നിങ്ങളോട് വ്യക്തമായി പ്രകടിപ്പിച്ച ആളാണ്. ശത്രുക്കൾ പല രീതിയിലുണ്ടാകും. രഹസ്യമായിട്ട് നമ്മുടെ ശത്രുവായി നിലനിൽക്കും. നമ്മളടുത്ത് വരുമ്പോ നമ്മളോട് പുഞ്ചിരിച്ച് നമ്മളെ സ്വന്തം ആളായി, നമ്മളെ സ്വന്തം അനുയായി നിൽക്കുന്നുണ്ടാകും. തോളിലിരുന്ന് ചെവിയടിക്കറിയല്ലോ, അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. ഇവൻ അങ്ങനല്ല, ഇവൻ പ്രത്യക്ഷത്തിൽ തന്നെ നമ്മോട് ശത്രുത പ്രഖ്യാപിച്ച ആളാ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഈ വ്യക്തമായ ശത്രുവിനെ നിങ്ങൾ വഴിപ്പെടാൻ പാടില്ല, അവനെ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല എന്ന് നിങ്ങളോട് ഞാൻ കരാറ് ചെയ്യിപ്പിച്ചിട്ടില്ലായിരുന്നോ? നിങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് വാക്ക് തന്നതുമല്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിന്റെ ഭൂമികയിൽ വെച്ചുകൂടി നമ്മോട് ചോദിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. എന്താണ് ഇവൻ നമ്മോട് എത്രമാത്രം ശത്രുത പ്രകടിപ്പിച്ചത്? സൂറത്തുൽ ഹിജ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي خَالِقٌ بَشَرًا مِّن صَلْصَالٍ مِّنْ حَمَإٍ مَّسْنُونٍ. وَإِذْ قَالَ رَبُّكَ, പ്രവാചകരെ താങ്കളുടെ രക്ഷിതാവ് പറഞ്ഞ അവസരം താങ്കൾ സ്മരിക്കുക. ലിൽ മലായിക, അവന്റെ മാലാഖമാരോട് പറഞ്ഞ അവസരം താങ്കൾ സ്മരിക്കുക, ഓർക്കുക. ഇന്നി ഖാലിഖും ബശറാ, തീർച്ചയായും ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ്. മനുഷ്യവർഗത്തിന്റെ സൃഷ്ടിപ്പിന് ഞാൻ തുടക്കം കുറിക്കുകയാണ്. ഞാനൊരു മനുഷ്യനെ പടക്കാൻ പോവുകയാണെന്ന് താങ്കളുടെ രക്ഷിതാവ് പറഞ്ഞ അവസരം താങ്കൾ ഓർക്കുക. മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, മിൻ സൽസാലിൻ, മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന മണ്ണിൽ നിന്നും ഞാൻ പടക്കാൻ പോവുകയാണ്. സൽസാൽ, ചൽ, ഈ വാക്ക് എന്ന് വന്നത് സൽസാൽ, മുട്ടിയാൽ പ്രത്യേക ശബ്ദമുണ്ടാകുന്ന. മിൻ ഹമഇൻ മസ്നൂൻ, കറുത്ത മിനുത്ത കളിമണ്ണിൽ നിന്നും മനുഷ്യനെ ഞാൻ സൃഷ്ടിക്കുകയാണ്. കറുത്ത മിനുത്ത, മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിൽ നിന്നും ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണെന്ന് താങ്കളുടെ രക്ഷിതാവ് മാലാഖമാരെ വിളിച്ചു പറഞ്ഞ സന്ദർഭം താങ്കൾ സ്മരിക്കുക. ആ അവസരം നിങ്ങൾ മറക്കാൻ പാടില്ല, അത് നിങ്ങൾ ഓർമ്മിച്ചു കൊണ്ടിരിക്കണം. ഫഇദാ സവ്വൈതുഹു, എന്നിട്ട് അവരോടല്ല പറഞ്ഞത് ഫഇദാ സവ്വൈതുഹു, ആ മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഞാൻ പൂർത്തീകരിച്ചാൽ, അതിന്റെ കോലങ്ങൾ പൂർണ്ണമായ നിലയിൽ, അതിന്റെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ പൂർണ്ണമായി ഞാൻ പൂർത്തീകരിച്ചാൽ, വനഫഖ്തു ഫീഹി മിൻ റൂഹി,
ആ ശരീരത്തിലേക്ക്, ആ ബാഹ്യമായ ബോഡിയിലേക്ക് ഞാൻ എന്റെ റൂഹിനെ ഊതി ഇടുകയും ചെയ്താൽ, അതിന് ജീവൻ പകരുകയും ചെയ്താൽ, ഫഖഉ ലഹു സാജിദീൻ, നിങ്ങൾ ഉടനെ ആ ബോഡിക്ക്, ആ മനുഷ്യ ശരീരത്തിന് സുജൂദിലായി വീഴണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലാഖമാരോട് കൽപ്പിച്ച അവസരം നിങ്ങൾ സ്മരിക്കണം. അതെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം, അത് മറക്കരുത്. ഇത് സ്മരിക്കുമ്പോ വേറെ ചിലത് നമുക്ക് പഠിക്കാനുണ്ട്. തുടർന്നുള്ള പറയുന്നു, ഫസജദൽ മലായികതു കുല്ലുഹും അജ്മഊൻ. അവിടെ തൗഹീദിനെതിരാണെന്നൊന്നും മക്കൾ ആലോചിക്കാനൊന്നിട്ടില്ല. അള്ളാന്റെ കൽപ്പനയാണ് ചെയ്യുന്നത്. ഫസജദൽ മലായികതു കുല്ലുഹും അജ്മഊൻ, മലാക്കമാർ മുഴുവനും സുജൂദിലായി വീഴുകയാണ്. ഇല്ലാ ഇബ്ലീസ്, ഇല്ല ഇബ്ലീസ് ഒഴികെ മലാക്കമാർ മുഴുവൻ സുജൂദിൽ വീഴുകയാണ്. അബാ, അവൻ വിസമ്മതിച്ചു, അവൻ സുജൂദ് ചെയ്തില്ല, അവൻ വിസമ്മതിക്കുകയും ചെയ്തു. സുജൂദ് ചെയ്തില്ല, സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോ അവൻ വിസമ്മതിച്ചു. അബാ യകൂന മഅസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പിശാചിന് മനസ്സ് വന്നില്ല. അവൻ വിസമ്മതിച്ചു, അവൻ അതിനെതിരെ ചെയ്തു. അല്ലാഹുവിന്റെ കൽപ്പന അവൻ അനുസരിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വലക്കമുനിയമാർ ഇബ്ലീസ് ഇങ്ങനെ നിൽക്കുക. ആരെ കൂട്ടത്തില്? മലക്കുകളെ കൂട്ടത്തിൽ. മലക്കുകൾ മുഴുവനും സുജൂദിൽ വീണിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. മലാക്കുമാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അങ്ങനെയാണ്. അല്ലാഹുവിന്റെ കൽപ്പനക്കൊന്നും എതിര് ചെയ്യൂല. വയഫ്അലൂന മാ യുഅ്മറൂൻ, കൽപ്പിക്കപ്പെടുന്നത് എന്താണോ അതങ്ങ് ചെയ്യുക. അതാണ് മലാക്കുമാരുടെ സ്വഭാവം. എന്നാൽ അവരുടെ കൂട്ടത്തില് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അവൻ മലാക്കയല്ല, അവൻ ഇബ്ലീസായിരുന്നില്ല, അവൻ അസ്സാസിലായിരുന്നു. സയ്യിദുനാ ജിബ്രായീൽ, സയ്യിദുനാ മീകായിൽ എന്നൊക്കെ നമ്മൾ പറയണ പോലെ ഒരു കാലത്ത് പറഞ്ഞിരുന്നത് സയ്യിദുനാ അസ്സാസിൽ എന്നായിരുന്നു. ആരെ കുറിച്ച് പറഞ്ഞില്ലേ? ഇബ്ലീസിനെ കുറിച്ച്. ലഅനത്തുല്ലാഹി അലൈഹി, അല്ലാഹു അവന്റെ ശർറിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അസ്സാസിൽ, എല്ലാ പ്രതാപവുമുള്ള ആള്, അസീസായിരുന്നു. അല്ലാഹു പറഞ്ഞത് കേട്ടില്ല. ഇസ്സത്ത് തരുന്നതാരാ? അന്നൽ ഇസ്സത ലില്ലാഹി വലിറസൂലിഹി വലിൽമുഅ്മിനീൻ. ഇസ്സത്ത് അല്ലാഹുവിന്റെ അടുക്കലാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലാണ്. ആ അല്ലാഹുവിലേക്ക് ബന്ധിപ്പിക്കുന്ന റസൂൽ, സൃഷ്ടിയെ ആ അല്ലാഹുവിലേക്ക് ബന്ധിപ്പിക്കുന്ന റസൂൽ, ആ റസൂലിന് ഇസ്സത്തുണ്ട്. ആ റസൂലിനെ അംഗീകരിച്ച് ആ അല്ലാഹുവിലേക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനിനും ഇസ്സത്തുണ്ട്. അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിക്കണം, അപ്പോഴേ ഇസ്സത്ത് ഉണ്ടാകും. അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിച്ച് അവൻ ആരായി? മുഅ്മിനായി. ഇബ്ലീസ് ആരായില്ല? മുഅ്മിനായില്ല. അപ്പൊ അത് വരണ്ട, അതിനെ പേര് മാറ്റി ഇബ്ലീസ്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് അകറ്റപ്പെട്ടവൻ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് ആശ മുറിഞ്ഞവൻ ഇബ്ലീസ് എന്നാൽ നിരാശനായവൻ എന്നാണ് അർത്ഥം. അങ്ങനെ പേര് പോലും മാറി. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പ വിളിച്ചു. അതുവരെ അസ്സാസിനെ വിളിച്ചിന്. അല്ലാഹു വിളിച്ചു, യാ ഇബ്ലീസ്, ഓ ഇബ്ലീസേ, മാലക അല്ലാ തകൂന മഅസ്സാജിദീൻ. മാലക, നിനക്കെന്ത് പറ്റിപ്പോയി ഇബ്ലീസേ? അല്ലാ തകൂന മഅസ്സാജിദീൻ, സുജൂദ് ചെയ്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നിനക്കെന്ത് തടസ്സമാണ് ഉണ്ടായത് ഇബ്ലീസേ എന്ന് അല്ലാഹു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയോട് ചോദിക്കുകയാണ്. അപ്പം പറഞ്ഞു, ന്യായമുണ്ട്. ആർക്കും ന്യായം ഉണ്ടാവും, എല്ലാവർക്കും ന്യായം ഉണ്ടാവും. ഇബ്ലീസ് പറയാണ്, ലം അകുല്ലി അസ്ജുദ ബശരിൻ ഖലഖതഹു മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ.
ലം അകുൻ ഞാനായിട്ടില്ല ലി അസ്ജുദ സുജൂദ് ചെയ്യാൻ മാത്രം ഞാനായിട്ടില്ല ലിബശരിൻ മനുഷ്യനിക്ക് സുജൂദ് ചെയ്യാൻ മാത്രം ഞാനായിട്ടില്ല. അതിന് മാത്രം ഞാൻ ചെറുതായിട്ടില്ല എന്നർത്ഥം. ലം അകുൻ ഞാനായിട്ടില്ല ലി അസ്ജുദ ലിബശർ മനുഷ്യന് സുജൂദ് ചെയ്യുവാൻ ഞാനായിട്ടില്ല. ഖലഖതഹു മിൻ സൽസാലിൻ കാരണം അവൻ പറയുന്നതായിട്ട് അല്ലാഹു പറയാ ഖലഖതഹു പടച്ചോനെ നീ മനുഷ്യനെ സൃഷ്ടിച്ചത് മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ കറുത്ത മിനുത്ത കുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിൽ നിന്നുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മണ്ണ് കൊണ്ട് പടച്ച മനുഷ്യനെ സുജൂദ് ചെയ്യുക എന്നത് എനിക്ക് യോജിച്ചതല്ല. അതിന് മാത്രം ഞാനായിട്ടില്ല. വലിയ യുക്തി അവന്റെ ഈ കാഴ്ചപ്പാടിൽ പ്രത്യക്ഷത്തിലുണ്ട്. യുക്തി ഇല്ലതിൽ പ്രത്യക്ഷത്തിൽ യുക്തിയ ഏറ്റവും വലിയ യുക്തിവാദിയാണ് ഇബ്ലീസ്. യുക്തിവാദികളുടെ നേതാവ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഓനോട് പറയാ മണ്ണ് കൊണ്ട് പഠിച്ച ആ മനുഷ്യനിക്ക് സുജൂദ് ചെയ്യാൻ മാത്രം ഞാനായിട്ടില്ല. എന്താ ഈ പറഞ്ഞ അർത്ഥം എനിക്ക് തിരിഞ്ഞോ? മണ്ണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും താഴെ കടക്കുന്ന സാധനം. മുറ്റൊക്കെ അടിച്ചു വരാറുണ്ട് നമ്മൾ സഹോദരിമാർക്ക് മാത്രമുള്ള പണിയല്ല, നമുക്കൊക്കെ പറ്റും. അത് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മുറ്റൊക്കെ അടിച്ചു വരിയാൽ കളിമണ്ണൊക്കെ പൊടിയൊക്കെ പാറി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതെന്താ പാറി ഇങ്ങനെ വായുവിലൂടെ സഞ്ചരിക്കും. കുറെ കഴിഞ്ഞാൽ മണ്ണ് അതെ താഴത്ത് തന്നെ വന്ന് കിടക്കും. അവയെന്നും എപ്പോഴും താഴെ കടക്കാൻ ആഗ്രഹിക്കുന്ന, താഴെ കടക്കുകളിനെ ഇഷ്ടപ്പെടുന്ന കളിമണ്ണ്. അതുകൊണ്ടാണ് ആദമിനെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നെ പടച്ചതോ ഇബ്ലീസിനെ പടച്ചതോ തീ കൊണ്ടോ? തീന്റെ അവസ്ഥ എന്താ? മേലോട്ട് ഗമിക്കാൻ താല്പര്യപ്പെടുന്നു എന്നതാണ് തീന്റെ സ്വഭാവം. എത്ര കുത്തനം കൊടുക്കണോ അത്രത്തോളം മേലോട്ടായിരിക്കും എന്തിന്റെ വരവ്? തീന്റെ വരവ്. അപ്പൊ എപ്പോഴും മേലോട്ട് പോവാൻ ആഗ്രഹിക്കുന്ന തീ കൊണ്ടാണ് നീ എന്നെ പടച്ചിരിക്കുന്നത്. അത് പച്ചയായി വേറെടുത്തോ പറഞ്ഞതായിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പച്ചയായിട്ടെന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിക്കുക ചെയ്യണേ. ഈ കളിമണ്ണ് കൊണ്ട് കറുത്ത മിനുത്ത കളിമണ്ണ് കൊണ്ട് മുട്ടിയാൻ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണ് കൊണ്ട് പടച്ച ആദമിന് സുജൂദ് ചെയ്യാൻ മാത്രം ഞാനായിട്ടില്ല. അഥവാ ഈ താഴെ കിടക്കുന്ന മണ്ണ് കൊണ്ട് പഠിച്ച് ആ മനുഷ്യന് സുജൂദ് ചെയ്യാൻ മാത്രമല്ല ഞാനുള്ളത് എന്ന് അവൻ തന്നെ സൃഷ്ടിച്ച, തന്നെ പോറ്റിക്കൊണ്ടിരിക്കുന്ന റബ്ബിനോട് ധിക്കാരത്തോടെ പറഞ്ഞു. അപ്പൊ അല്ലാഹ് അവനോട് പറഞ്ഞു, ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. ഫഖ്റുജ് മിൻഹാ, ഇവിടെ നിന്ന് നീ പുറത്തു പോവണം. അതുവരെ സ്വർഗലോകത്തിലെ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും ആസ്വദിച്ച് ജീവിക്കുന്ന ഇബ്ലീസ്, മലാഖമാരുടെ കൂട്ടത്തിലെ ഇബ്ലീസ്, അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇബ്ലീസ് മലക്കല്ലട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇബ്ലീസ് മലക്കല്ല, അബുൽ ജാന്നാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവനെ വലിയൊരു ദൗത്യമായിരുന്നു അല്ലാഹ് ഏൽപ്പിച്ചിരുന്നത്. അത് കൃത്യമായി നിർവഹിക്കുന്നതിനപ്പുറം അത് അവൻ വലുതാവുകയാണ് ചെയ്തത്. ആ ദൗത്യം കിട്ടിയപ്പോ അവന് കുടുത്തം കൂട്ടാൻ പൊന്താൻ തുടങ്ങി. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തിറങ്ങിക്കോ. ഫഇന്നക റജീം, നീ ശപിക്കപ്പെട്ടവനാണ്, നീ അടിയോടിക്കപ്പെട്ടവനാണ് എന്ന് ഇബ്ലീസിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് അവൻ അല്ലാഹു എന്നേക്കും സ്വർഗ്ഗത്തിൽ നിന്നും അകറ്റുകയാണ്. വഇന്ന അലൈകൽ ലഅനത ഇലാ യൗമിദ്ദീൻ. വഇന്ന അലൈകൽ ലഅനത ഇലാ യൗമിദ്ദീൻ. ലോകാവസാനം വരെ, നിശ്ചിതമായ സമയം വരെ നിനക്ക് ശാപമുണ്ട്. ലോകാവസാനം വരെ നിന്നെ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഓടിയിറക്കുകയാണ്, സ്വർഗത്തിൽ നിന്നും അട്ടിയോടിക്കുകയാണ്. അപ്പൊ അവൻ പറയുകയാണ്, അവന്റെ അന്ത്യാഗ്രഹം അവൻ തന്റെ റബ്ബിന്റെ മുമ്പിൽ വെക്കുകയാണ്. റബ്ബി ഫഅൻദിർനി ഇലാ യൗമി യുബ്അസൂൻ. റബ്ബി എന്റെ രക്ഷിതാവേ, ഫഅൻദിർനി, എനിക്ക് നീ ലാസ്റ്റ് ചെയ്തു തരണമേ.
എനിക്ക് നീ താമസം ചെയ്തു തരണമേ. ഇലാ യൗമി യുബ്അസൂൻ, ഇവരൊക്കെ പുനർജന്മിക്കപ്പെടുന്നത് വരെ, ഈ മനുഷ്യരൊക്കെ പുനർജന്മം നൽകപ്പെടുന്ന ഒരു അവസരമുണ്ട്, അതുവരേക്കും നീ എനിക്ക് ആയുസ് നീട്ടിത്തരണേ എന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിനോട് ഏറ്റവും അവസാനമായി ആവശ്യപ്പെടുകയാണ്. അവൻ അന്ത്യാഭിലാഷ സ്വർഗത്തുണ്ട്. സ്വർഗത്തുനിന്ന് ചോദിച്ചതൊക്കെ കൊടുക്കുമല്ലോ, ആട്ടി ഓടിക്കാണ്, പുറത്തേക്ക് ഇറക്കുമ്പോ അവൻ ആവശ്യപ്പെടുകയാണ്, ഫഅൻദിർനീ ഇലാ യൗമി യുബ്അസൂൻ ഖാല ഫഇന്നക മിനൽ മുൻദരീൻ ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിന്റെ ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഫഇന്നക മിനൽ മുൻദരീൻ, നീ മുൻദരീങ്ങളിൽ പെട്ടവനാണ്, നീ താമസം ചെയ്യപ്പെടുന്ന ആളാണ്, നിനക്ക് ഞാൻ ആയുസ് നീട്ടി നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയോട് പ്രഖ്യാപിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, അറിയപ്പെട്ട നിശ്ചിത സമയം വരേക്കും നിനക്ക് ആയുസ്സിനെ നീട്ടിത്തരുമെന്നുള്ള വാക്കല്ലാഹു അവനോട് പറഞ്ഞു. എനിക്ക് ദീർഘായുസ്സുണ്ട്, ഒരുപാട് കാലം ജീവിക്കാൻ അവസരമുണ്ട് എന്ന് ഉറപ്പ് ലഭിച്ച അവസരത്തിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി തന്റെ അഹങ്കാരം കൂടുതൽ പ്രകടിപ്പിക്കുകയാണ്. തെറ്റ് പറ്റിയപ്പോ കുറ്റബോധം ഉണ്ടാവുകയല്ല ചെയ്യണത്, പിന്നെയും തന്റെ അഹങ്കാരം മൂക്കുകയാണ്. ഓൻ പറഞ്ഞ് അവനെ സ്വർഗത്തുനിന്ന് ആട്ടിയോടിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് അവനെ അകറ്റി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗത്തുനിന്ന് പുറത്താക്കുമ്പോഴും കുറ്റബോധം വരുന്നില്ല. നിങ്ങൾ നോക്കാണി, മൂസാ നബിയോട് ഇബ്ലീസ് ഒരിക്കൽ സംസാരിച്ച രംഗമുണ്ട്. മൂസാ നബിയും ഇബ്ലീസും സംസാരിച്ചു. മൂസാ നബിയോട് ഇബ്ലീസ് ചോദിച്ചു, നിങ്ങൾ അല്ലാഹുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണല്ലോ, ഉലുൽ അസ്മുകളിൽപ്പെട്ട ആളാണല്ലോ, റബ്ബ് തആല വല്ലാതെ തൃപ്തിപ്പെട്ട ആളാണല്ലോ, അല്ലാഹുമായി മുനാജാത്ത് നടത്താൻ അവസരം ലഭിച്ച ആളാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ രക്ഷിതാവായ റബ്ബിനോട് എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണം, ശുപാർശ ചെയ്യണം, എനിക്ക് നഷ്ടപ്പെട്ട സ്വർഗം തരാൻ വേണ്ടി പടച്ച റബ്ബിനോട് നിങ്ങളൊന്ന് ശഫാഅത്ത് ചെയ്യണമെന്ന് മൂസാ നബിയോട് ആര് പറഞ്ഞു? ഇബ്ലീസ് ഇത് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിയാളമുണ്ടാവുകയാണ്, മൂസാ നബിയെ, ഇബ്ലീസിന് ഞാൻ പുറത്തു കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ ഇബ്ലീസിനോട് നിങ്ങളൊരു കാര്യം പറയണം, ആദം നബിയുടെ ഖബറിൽ പോയിട്ട് പൊരുത്തപ്പെടിക്കണം. ജീവിതകാലത്ത് ആദമിനെ സുജൂദ് ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടില്ല, ആദമിന്റെ ഖബറിൽ പോയി ഒരു സുജൂദ് ചെയ്യാൻ ഇബ്ലീസിനോട് നിങ്ങൾ കൽപ്പിക്കണം. ഈ വിവരം മൂസാ നബി അലൈഹിസ്സലാം ഇബ്ലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പടച്ചവൻ പറയുന്നുണ്ട്, നിങ്ങൾ സ്വർഗത്തുനിന്ന് പുറത്താക്കാൻ കാരണം ആദമിന് സുജൂദ് ചെയ്യാത്തത്. ആദമല്ല, ആദമിന് സുജൂദ് ചെയ്യാതിരുന്നു നിങ്ങൾ, അതാണ് കാരണം. അതുകൊണ്ട് അള്ളാഹ് നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് സ്വർഗം തരാൻ തയ്യാറാണ്, നിങ്ങളെ വീണ്ടും സ്വർഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനൊക്കെ തയ്യാറല്ലേ, പക്ഷേ നിങ്ങളോട് അള്ളാഹ് ആവശ്യപ്പെടുന്നത് ആദമിന്റെ ഖബറിൽ പോയി സുജൂദ് ചെയ്യണം എന്നാണ് പറഞ്ഞു. ജീവിതകാലത്തന്നെ ആദമിന് ഞാൻ സുജൂദ് ചെയ്തിട്ടില്ല, ഇനിയിപ്പോ മരിച്ചെടുക്കണ ആദമിന് പോയി സുജൂദ് ചെയ്യാം, വല്ല പണിയുണ്ടെങ്കിൽ നോക്കിക്കോളി എന്നർത്ഥത്തിൽ ഇബ്ലീസ് മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞതാണ്. അവളും കുറ്റബോധമല്ല, കുറ്റബോധമുണ്ടാവുക എന്നതാണ് ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, കുല്ലു ബനി ആദമ ഖത്താഉ, ആദം സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. മനുഷ്യര് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും, തെറ്റ് മനുഷ്യരിൽ പറ്റിപ്പോകും, സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് മനുഷ്യന് തെറ്റ് പറ്റിപ്പോകും. പക്ഷേ തെറ്റ് ചെയ്യുന്നവരിൽ നല്ല തെറ്റുകാരുണ്ട്. തെറ്റ് ചെയ്യുന്നവരിലെ ഏറ്റവും നല്ല തെറ്റുകാരാണ് പശ്ചാത്തപിക്കുന്നവരെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ കുറ്റബോധം ഉണ്ടാവുക എന്നതാ പ്രധാനം. അതോനുണ്ടായില്ല. മാത്രമല്ല അവന്റെ അഹങ്കാരം ഒന്നുകൂടി മൂക്കുകയാണ്. അവൻ പറഞ്ഞു, ഖാല റബ്ബി ബിമാ അഗ്വൈതനീ ലഉസയ്യിനന്ന ലഹും
ഫിൽ അർളി വലഉഗ്വിയന്നഹും അജ്മഈൻ. അഹങ്കാരം മൂത്താല് പിന്നെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ കഴിയൂല. അസൂയ വന്നാൽ പിന്നെ സ്വാഭാവികമായും സത്യത്തെ തൊട്ട് കണ്ണ് ചിമ്പുന്ന സാഹചര്യമായിരിക്കും. ഇബ്ലീസ് അതാണ് പറയുന്നത്, റബ്ബി, എന്റെ രക്ഷിതാവേ, ബിമാ ഉവൈതനി, നീ എന്താണെന്നെ, നീ എന്തുകൊണ്ടെന്നെ വഴിപിഴപ്പിച്ചോ? ആ ഒരു കാരണത്താൽ, നീ എന്നെ വഴി തെറ്റിച്ചത് കാരണത്താൽ, ലഉസയ്യിനന്ന ലഹും, ഈ മനുഷ്യർക്ക് ഞാൻ സൗന്ദര്യദായകമാക്കി കൊടുക്കുന്നതാണ്, ചുറുക്കുള്ളതായി നല്ല സൗന്ദര്യമുള്ളതായിട്ട് ഞാൻ കാണിക്കുന്നതാണ്. ഫിൽ അർള്, ഭൂമിയിൽ സൗന്ദര്യം ഞാൻ അവർക്ക് നിറച്ചു കൊടുക്കും. സൗന്ദര്യമുള്ളതാക്കിയിട്ട് ഭൂമിയെ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. വലഉഗ്വിയന്നഹും അജ്മഈൻ, അങ്ങനെ മനുഷ്യരെ മുഴുവൻ ഞാൻ വഴി പിഴപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മോടുള്ള ശത്രുത പ്രകടിപ്പിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അങ്ങനെ ശത്രുത പ്രകടിപ്പിച്ച് രംഗത്ത് വന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അവനോട് ശത്രുതയോടുകൂടെ നിലനിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയോട് ചെല്ലുവാൻ അല്ലാഹു കൽപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുകയാണ്, അമറല്ലാഹു തആല ഇബ്ലീസ അൻ യഅതിയ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ വിളിച്ചുകൊണ്ട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ചെല്ലുവാൻ കൽപ്പിക്കുകയാണ്. ഇബ്ലീസിനെ വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, ആരടുത്തേക്ക് ചെല്ലണം? മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് ചെല്ലണം. വയുജീബഹു അൻ കുല്ലി മാ സഅല, ചെന്ന മാത്രം പോരാ, എന്നോട് എന്റെ ഹബീബ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയും നൽകണം. ഇബ്ലീസിനോട് കൽപ്പിക്കാം. അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഫജാഅഹു അലാ സൂറത്തി ശൈഖിൻ വബിയദിഹി ഉകാസ്, വലിയൊരു വൃദ്ധന്റെ രൂപത്തിൽ, ഒരു പടുവൃദ്ധനായ രൂപത്തിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പരിശുദ്ധ ഹബീബിന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഇബ്ലീസ് ലഅനത്തുല്ലാഹി നടന്നെടുക്കുകയാണ്. അവന്റെ കയ്യിൽ അപ്പൊ നല്ലൊരു വളഞ്ഞ വടിയുണ്ട്. ആലോചിക്കാൻ മതി, പേസന്മാരെ കയ്യിൽ നല്ലൊരു വൃദ്ധൻ, താടിയൊക്കെ വെച്ച് നിറച്ച താടി രോഗങ്ങളുള്ള ഒരു വൃദ്ധന്റെ രൂപത്തിൽ പരിശുദ്ധ ഹബീബിന്റെ ചാരത്തേക്ക് ഒരു വടിയും പിടിച്ച് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലെത്തി. ഫഖാല ലഹു, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇബ്ലീസിനോട് ചോദിക്കുകയാണ്, മൻ അൻത, നീ ആരാ? സാധാരണ പരിചയമില്ലാത്ത ഒരാളെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, മൻ അൻത, നിങ്ങൾ ആരാ, നീ ആരാണ്? ഖാല, ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞു, അന ഇബ്ലീസ്, ഞാൻ ഇബ്ലീസാണ്, ഞാൻ ഇബ്ലീസാക്കുകയാണെന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു. ഞാൻ വന്നത്, ഞാൻ താങ്കളുടെ അടുത്തേക്ക് വന്നത്, ഇന്നല്ലാഹ അമറനി അൻ ആതിയക വ ഉജീബക അൻ കുല്ലി മാ തസ്അലുനി, എന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ അടുത്തേക്ക് വരുവാനും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകാനും അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നതെന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ചോദിക്കുന്നു, കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്താണ് പരിശുദ്ധ ഹബീബ്. അവനോട് ചോദിക്കുകയാണ്, യാ മൽഊൻ കം അഅദാഉക മിൻ ഉമ്മതി, എന്റെ സമുദായത്തിൽ എന്റെ ശത്രുക്കളായി എത്ര ആളുകളുണ്ട്? നിന്റെ ശത്രുക്കളായിട്ട് നീ എന്റെ സമുദായത്തിന്റെ എന്നല്ല, നീ മനുഷ്യകുലത്തിന്റെ ശത്രുവാണ്.
നിന്റെ ശത്രുക്കളായിട്ട് എന്റെ സമുദായത്തിൽ എത്ര ആളുകളുണ്ടെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്ലീസിനോട് ചോദിക്കാൻ. കേട്ടോളി, ഇനിയുള്ള വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇബ്ലീസിനോട് അല്ലാഹു ചോദിക്കാം, വിജ്ഞാനത്തിന്റെ വലിയൊരു ചെപ്പ് അല്ലാഹുവിന്റെ റസൂൽ തുറക്കുകയാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയോട് സംസാരിക്കാൻ കിട്ടിയ അവസരം നമ്മൾക്കൊക്കെ ഉപയോഗപ്പെടാൻ വേണ്ടി പരിശുദ്ധ ഹബീബ് ഉപയോഗപ്പെടുത്തുകയാണ്. ഇബ്ലീസിനോട് ചോദിക്കുകയാണ്, ഇബ്ലീസേ, നിന്റെ സമുദായത്തിന്റെ കൂട്ടത്തിൽ നിന്റെ ശത്രുവായിട്ട് എത്ര ആളുകളുണ്ടെന്നുള്ളാന്റെ റസൂൽ ചോദിക്കുമ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, 15 ആളുകൾ, 15 വിഭാഗം ആളുകൾ തങ്ങളുടെ സമുദായത്തിൽ എന്റെ ശത്രുക്കളാണ്, അവരെന്നോട് കഠിന വിരോധമുള്ളവരാണെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറയുകയാണ്. 15 ആളാന്ന് പറഞ്ഞാൽ പോരല്ലോ, ആരാന്ന് പറയണല്ലോ. ഇബ്ലീസിനോട് പറഞ്ഞു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടവൻ പറയുന്നു, അവ്വലുഹും, 15 ശത്രുക്കളിൽ ഒന്നാമത്തെ ശത്രു അൻത, ഒന്നാമത്തെ ശത്രു, എന്റെ ഒന്നാമത്തെ ശത്രു നബിയെ നിങ്ങൾ തന്നെയാണ്. 15 ആളെ കൂട്ടത്തിൽ എന്റെ ഏറ്റവും വലിയ ശത്രു, ഒന്നാമത്തെ ശത്രു നിങ്ങൾ തന്നെയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ശത്രുവാവാതിരിക്കും. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 1,24,000 പരം വരുന്ന പ്രവാചകന്മാരെ അംബിയാ മുർസലുകളോട് പറഞ്ഞയച്ചല്ലോ. അവർക്കൊക്കെ പ്രവാചകനാണല്ലോ പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഫഖൻ നബീന ബി ഖൽഖി വഫീ ഖുലുഖി ولم يدانه بعلم ولا كرم كأنه شمس فضل هم كواكبها يظهرن أنوارها للناس في الظلم مولاي صل وسلم. എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹബീബ് പിശാചിന്റെ ഒന്നാമത്തെ ശത്രുവാവാതിരിക്കുക? അവനോട് ശത്രുത പ്രകടിപ്പിക്കാൻ, അവനെ നേരിടാൻ വേണ്ടിയല്ലേ ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരൊക്കെ കടന്നു വന്നത്? അവർക്കൊക്കെ നേതാവല്ലേ അല്ലാഹുവിന്റെ റസൂൽ? എല്ലാ പ്രവാചകന്മാരുടെയും മുകളിലല്ലേ അല്ലാഹുവിന്റെ റസൂൽ? ആരാണ് അല്ലാഹുവിന്റെ റസൂൽ? പരിശുദ്ധ ഹബീബ് മക്ക ജയിച്ചടക്കി മക്കയിലേക്ക് കടന്നു വരികയാണ്. മക്ക ഫതഹിന്റെ ദിവസം പരിശുദ്ധ ഹബീബ് മദീനയിൽ നിന്ന് സ്വഹാബത്തിനെ പിന്നിൽ നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ മുൻനിരയിൽ നിന്നുകൊണ്ട് മക്കയിലേക്ക് കടന്നു വരുന്ന രംഗമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ നിന്നും മക്ക ലക്ഷ്യമാക്കി ജനിച്ച നാട് പിടിച്ചടക്കിക്കൊണ്ട് കടന്നു വരുന്ന രംഗം. ജബൽ അബൂ ഖുബൈസിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് സയ്യിദുനാ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു കാണുന്ന രംഗമുണ്ട്. അന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമാ, അബൂ സുഫിയാൻ അന്ന് മുസ്ലിം ആയിട്ടില്ല, പിന്നെയാണ് മുസ്ലിം ആവുന്നത്. മക്ക ജയിച്ചടക്കി. ആ സമയത്ത് അബൂ സുഫിയാനും അബ്ബാസ് വലിയ കൂട്ടുകാരാ. അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആയിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ അംഗീകരിച്ചിട്ടുണ്ട്. അബൂ സുഫിയാൻ അപ്പോഴും അംഗീകരിച്ചിട്ടില്ല. പക്ഷെ അവർ ആ സുഹൃത്ത് ബന്ധം, ആ കൂട്ടുകെട്ട്, ആ സ്നേഹബന്ധം അവർ നിലനിർത്തിയിരുന്നു, അബ്ബാസും അബൂ സുഫിയാനും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് മക്ക ജയിച്ചടക്കി മക്കയിലേക്ക് കടന്നു വരികയാണ്. മക്ക ഫതഹിനോടനുബന്ധിച്ച് കടന്നു വരുന്നത് കണ്ടപ്പോ ജബൽ അബൂ ഖുബൈസിന്റെ മുകളിൽ കയറി നബിയുടെ ആഗമനം, നബി കടന്നു വരുന്നത് കണ്ടു നിൽക്കുകയാണ് അബ്ബാസും അബൂ സുഫിയാനും. അബ്ബാസ് മുസ്ലിം ആയിട്ടുണ്ട്, അബൂ സുഫിയാൻ അപ്പൊ മുസ്ലിം അല്ല. നബിയുടെ കടന്നു വരവ് കണ്ടപ്പോ, ആ പ്രതാപം കണ്ടപ്പോ അബൂ സുഫിയാന് അബ്ദുൽ മുത്തലിബിനെ നോക്കിയിട്ട് പറഞ്ഞു, അബൂ താലിബ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്, അബ്ദുൽ മുത്തലിബിന്റെ മകൻ നബിയുടെ എളാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അബൂ സുഫിയാൻ പറഞ്ഞു, സാറ ഇബ്നു അഖീക മലിക്കൽ മുലൂക്, അബ്ബാസേ, ഇന്ന് നിന്റെ സഹോദരപുത്രൻ, നിന്റെ സഹോദരൻ അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദ് ഇന്ന് രാജാക്കന്മാരുടെ രാജാവായിട്ടുണ്ട്.
ഇന്ന് രാജാക്കന്മാരുടെ രാജാവാണ് നിന്റെ സഹോദരപുത്രൻ മുഹമ്മദ് എന്ന് അബൂ സുഫിയാൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. രാജാക്കന്മാരുടെ എന്ന് പറഞ്ഞപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് തിരുത്തി. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, അങ്ങനെ പറയണ്ട. അങ്ങനെ പറയൽ എന്റെ മോന് ഇഷ്ടപ്പെടൂല, എന്റെ നേതാവിന്, എന്റെ ഹബീബിന്, പരിശുദ്ധ റസൂലിന് അത് ഇഷ്ടമുണ്ടാകൂല. രാജാക്കന്മാരുടെ രാജാവ് എന്ന് നബിയെ കുറിച്ച് പറയലിന് നബിക്ക് ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞ അബൂ സുഫിയാന് സാറ നബിയൽ അംബിയാ, സാറ നബിയൽ അംബിയാ, എന്റെ സഹോദരപുത്രൻ ഇന്ന് നബിമാരുടെ നബിയായിട്ടുണ്ട്. നബിമാരുടെ നബിയാണ് എന്റെ സഹോദരപുത്രൻ. നബിമാർക്കുള്ള നബിയാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായോ? നബിമാർക്കുള്ള നബിയാണ്. നമ്മുടെ കലിമത്ത് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതാണല്ലോ കലിമത്ത് തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതാ കലിമത്ത് തൗഹീദ്. ഇതാണ് നമ്മുടേത്. ഇത് തന്നെയാണ് ലോകത്ത് കഴിഞ്ഞു പോയ സകല പ്രവാചകന്മാരുടെയും കലിമത്ത് തൗഹീദ്, നബിമാരുടേത്. അങ്ങനെ ആ നിലയ്ക്ക് കലിമത്ത് തൗഹീദിന്റെ വിഷയത്തിൽ നമ്മളും ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള സകല പ്രവാചകന്മാരും ഈ വിഷയത്തിൽ നമ്മളോട് തുല്യരാണ്. ഏത് വിഷയത്തിൽ? കലിമത്ത് തൗഹീദിന്റെ വിഷയത്തിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മൂസാ നബിയുടെ അനുയായികൾ പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ്. മൂസാ നബിയുടെ കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സാറ ഇബ്നു അഖി അൽയൗമ നബിയൽ അംബിയാ, എന്റെ സഹോദരപുത്രൻ നബിമാരുടെ നബിയായിട്ടുണ്ടെന്ന് പറഞ്ഞളിൻ. അതാണ് നല്ലത്. അപ്പൊ നബിമാരുടെ നബിയായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്ലീസിനെ നേരിടാൻ വന്ന നബിമാർ, പ്രവാചകന്മാരൊക്കെ ഈ ശത്രുവാകുന്ന ഇബ്ലീസിനെ നേരിടാൻ വേണ്ടി കടന്നു വന്നവരാ. അവരുടെ പ്രവാചകനായ അവരുടെ നേതാവായ അല്ലാഹുവിന്റെ റസൂൽ എന്തായാലും അവരുടെ ശത്രുവാകും. കഅന്നഹു ശംസു ഫദ്ലിൻ, ശ്രേഷ്ഠത നിറഞ്ഞ സൂര്യനാണ് പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഹും കവാകിബുഹാ, മറ്റുള്ള പ്രവാചകന്മാരൊക്കെ ആ സൂര്യപ്രകാശത്തിൽ നിന്നും വെളിച്ചം പകർന്ന് പ്രകാശം തിരുത്തുന്ന, പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളുമാണ്. യുൽഹിർന അൻവാറഹാ ലിന്നാസി ഫിൽ ളുലമി, മനുഷ്യർക്ക് രാത്രിയുടെ ഇരുട്ടുകളിൽ വെളിച്ചം പകരാനുള്ള നക്ഷത്രങ്ങളാണ് ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാർ. അവർക്കൊക്കെ വെളിച്ചം എവിടുന്നാ കിട്ടുന്നത്? ശംസാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ശത്രു ആര് തന്നെയാണ്? താങ്കൾ തന്നെയാണെന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്. എന്റെ ഒന്നാമത്തെ ശത്രു നിങ്ങൾ തന്നെ. ഇനി രണ്ടാമത്തതോ? അപ്പൊ അതെന്തായാലും നമുക്ക് ആവാൻ കഴിയൂല. അള്ളാഹുവിന്റെ റസൂലാവാൻ നമുക്ക് എന്താവാനും കഴിയൂല. പക്ഷെ ഇനിയുള്ള 14 നമുക്ക് ഉൾപ്പെടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 15 ശത്രുക്കളാണ് ഇബ്ലീസിനുള്ളത്. അതില് 14 ആവാൻ നമുക്ക് സാധിക്കും ശ്രമിച്ചാൽ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമതായി നിങ്ങളാണ് എന്റെ ശത്രു എന്ന് പറഞ്ഞു. രണ്ടാമത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, വസാനീഹാ, 15 ശത്രുക്കളുണ്ട് എനിക്ക്. അതിൽ രണ്ടാമത്തെ ശത്രു ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. നീതിയോടുകൂടെ ഭരണകർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവർ ഉത്തരവാദിത്തങ്ങൾ നീതിയോടുകൂടെ നിർവഹിക്കണം. വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ അല്ലാ തതഗൗ ഫിൽ മീസാൻ. പരിശുദ്ധ ദീൻ എന്നല്ല, ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ നീതിയിലാണ്. നീതിയിലാണ് ലോകത്തിന്റെ നിലനിൽപ്പുള്ളത്. പരിശുദ്ധ ഖുർആൻ അവതരിച്ചത്, പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് തുടക്കം കുറിച്ചത് വിജ്ഞാനത്തിന്റെ മഹത്വം പഠിപ്പിച്ചുകൊണ്ടാണ്. ഇഖ്റ എന്ന് പറഞ്ഞ് തുടക്കം കുറിച്ച പരിശുദ്ധ ഖുർആൻ അവസാനിക്കുന്നത്, ഖുർആനിന്റെ അവതരണം അവസാനിക്കുന്നത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس بما عملت وهم لا يظلمون.
അക്രമമില്ല, ആക്രമിക്കപ്പെടുകയില്ല എന്നുള്ള സന്ദേശം നൽകിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് പരിസമാപ്തി കുറിച്ചിരിക്കുന്നത്. അപ്പോ അക്രമമില്ല, വിജ്ഞാനത്തിന്റെയും അക്രമമില്ലായ്മയുടെയും വിജ്ഞാനത്തിന്റെയും നീതിയുടെയും ഇടയിലാണ് പരിശുദ്ധ ദീനുള്ളത്. വിജ്ഞാനവും നീതിയും അതിന്റെ ഉള്ളിലാണ് പരിശുദ്ധ ദീൻ നിലനിൽക്കുന്നത്. വിജ്ഞാനം അത്യാവശ്യമാണ്, നീതി അത്യാവശ്യമാണ്. നീതി നടക്കണമെങ്കിൽ അറിവുണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നീതിയുക്തമായ ഭരണം കാഴ്ചവെക്കുന്ന ഇമാം എന്നൊക്കെ പറഞ്ഞാൽ കേവലം ഭരണം നടത്തുന്ന ഭരണാധിപർ മാത്രമല്ല, ഓരോരുത്തരും ഭരണാധികാരികളാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. ഇമാമുൻ ആദിൽ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ സമാധാനിച്ച് കുത്തിരിക്കുക, നമ്മളിപ്പോ ഭരണാധികാരികളല്ലല്ലോ, ഭരണാധികാരിക്കല്ലേ ഇത് ബാധകമെന്ന്. എന്നാൽ ഇത് കേട്ടളി അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, കുല്ലുക്കും റായിൻ, നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്, നിങ്ങൾ ഓരോരുത്തരും നോക്കുക, കാര്യങ്ങൾ നിർവഹിക്കുക എന്ന ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ്. കുല്ലുക്കും റായിൻ, നിങ്ങൾ ഓരോരുത്തരും റായികളാണ്, മേലുദ്യോഗസ്ഥരാണ്, കാര്യങ്ങളെ നോക്കേണ്ടവരാണ്. കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, ഓരോരുത്തരോടും അവരവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടുന്നതാണെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ചിലതിനെ എണ്ണി പറയുന്നുണ്ട്. വറജുലു റായിൻ ഫീ അഹ്ലിഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു പുരുഷനായ വ്യക്തി തന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കേണ്ടവനാണ്, കുടുംബം ഭരിക്കേണ്ടവനാണ് പുരുഷനെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. വഹുവ മസ്ഊലുൻ അൻഹാ, അവന്റെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്നതിനെ കുറിച്ച് അവനോട് ചോദ്യമുണ്ടാകും. അവന്റെ കുടുംബം എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ കുറിച്ച് അവനോട് ചോദ്യമുണ്ടാകും. അതിനെക്കുറിച്ച് അവന് കൃത്യമായ മറുപടി നൽകേണ്ടി വരുമെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. പെണ്ണ് ഭരണാധിപയാണ്, പെണ്ണ് ഭരണം നടത്തേണ്ടവളാണ്. എവിടെയാണ് പെണ്ണ് ഭരണം നടത്തേണ്ടവർ? പെണ്ണെവിടെയാണ് ഭരണം നിർവഹിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, പെണ്ണ് ഭരണം നടത്തേണ്ടത് അവളുടെ ഭർത്താവിന്റെ ഭവനത്തിലാണ്. അവന്റെ മക്കളുടെ കാര്യത്തിലുമാണ് പെണ്ണ് ഭരണം നടത്തേണ്ടത്. ഭർത്താവിന്റെ വീട്, അവന്റെ കുട്ടികളെ, അത് രണ്ടും കൃത്യമായി വേണ്ട വിധം നോക്കിക്കൊണ്ട് പരിചരിച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് അവരെ പരിചരിക്കുക, അവരെ നല്ല നിലക്ക് വളർത്തുക എന്നത് പെണ്ണിന്റെ ബാധ്യതയാണെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്, ഓരോരുത്തരും ഭരണാധികാരികളാണ്. ആ ഭരണത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. കമ്മിറ്റി ഭാരവാഹികൾ ഭരണാധികാരികളാണ്, മഹല്ല് പ്രസിഡന്റ് ഭരണാധികാരിയാണ്, മഹല്ലത്തിലെ ഖതീബ് ഭരണാധികാരിയാണ്. ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തമുണ്ട്, അത് കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. അത് കൃത്യമായി നിർവഹിക്കുന്നവൻ നീതിമാനാണ്. അങ്ങനത്തെ നീതിമാൻ പിശാചിന്റെ ശത്രുവാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്, ലൗ സലക ഉമർ ഫജ്ജൻ സലക ശൈത്താനു ഫജ്ജൻ ആഖർ. പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ ഉമർ ഒരു വഴിക്ക് നിന്നാൽ, ഒരു വഴിയിലൂടെ എന്റെ ഉമർ സഞ്ചരിച്ചാൽ, സലക ശൈത്താനു ഫജ്ജൻ ആഖർ, പിശാച് മറ്റൊരു വഴി തേടി പോകുമെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ ഖലീഫയായ, എന്റെ സഹാബിയായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ, നമ്മളൊക്കെ നിസ്കരിക്കാൻ നിന്നാൽ നമ്മളടുത്തേക്ക് മണ്ടി വരുവാര് ഈ ചങ്ങായി ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി.
എന്റെ ഉമർ ഒരു വഴിക്ക് പോകണുണ്ടെന്ന് അറിഞ്ഞാൽ, ഇതിലെ ഇബ്ലീസ് വരുന്നു, ഇതിലെ ഉമർ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ പരിസരത്തൊന്നും അറിയിക്കൂല. ഇബ്ലീസ് പിശാച് മറ്റൊരു വഴി തേടി പോകുമെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അത്ര പേടിയാ ഇബ്ലീസിനാരെ. ഉമർ റളിയല്ലാഹു എങ്ങനെ പേടില്ലാതെ? നീതിയുടെ പ്രതീകമല്ലയോ, നീതിയുടെ പ്രതീകമല്ലയോ ഇന്ത്യ രാജ്യം? ബ്രിട്ടീഷുകാരന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് മോചിതമായാൽ ഇന്ത്യ രാജ്യത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണെന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ നീതിയുക്തമായ ഭരണം മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇന്ത്യ സ്വതന്ത്രമായാൽ ഇന്ത്യ രാജ്യത്ത് ഒരു ഭരണം നടത്താൻ എനിക്ക് അവസരമുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നീതിയാണ്. ആരാണ്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നീതിയുടെ പ്രതീകമാണ് ഉമർ. ഒരൊറ്റ കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്, അടുത്തതിലേക്ക് കടക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയായാൽ തന്റെ പരിചാരകരുടെ, തന്റെ ഭരണീയരുടെ അവസ്ഥ അന്വേഷിച്ചുകൊണ്ട് നാട്ടിലെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി രാത്രി ഇറങ്ങി ചുറ്റി സഞ്ചരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ശേഷം പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നാട് ചുറ്റി സഞ്ചരിക്കും, മദീനയിലൂടെ മുഴുവൻ സഞ്ചരിച്ചിട്ട് അവിടെ നാട്ടുകാരുടെ വിഷമങ്ങളും അടുത്തറിയാൻ ശ്രമിക്കും സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അങ്ങനെ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു വീട് വിട്ട് പുറത്തിറങ്ങി പാതിരാ സമയത്ത് മദീനയുടെ വഴിത്താരയിലൂടെ സഞ്ചരിക്കുകയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സഞ്ചരിക്കുന്നതിനിടയിൽ ഒരു തമ്പ് തന്റെ ദൃഷ്ടിയിൽപ്പെടുകയാണ്. ഒരു ടെന്റിന്റെ മുമ്പിൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്തിപ്പെടുകയാണ്. ടെന്റിന്റെ അടുത്തെത്തിയപ്പോ ആ ടെന്റിന്റെ പുറത്ത് ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവകോമളനായ ചെറുപ്പക്കാരൻ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് കാണുകയാണ്. ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, സാധാരണ മദീനക്കാരെ ഉമർ റളിയല്ലാഹു അൻഹു എനിക്കറിയാം, ഇത് മദീനക്കാരനല്ല, ഒരു അപരിചിതനായ ചെറുപ്പക്കാരനാണ്. ടെന്റ് കെട്ടിന് താമസിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത് ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളാരാ, നിങ്ങൾ എവിടെ നിന്നുള്ള ആളാണ്? ചോദിക്കുമ്പോ അയാൾ പറഞ്ഞു, ഞാൻ മക്കക്കാരനാണ്, ഞാൻ മക്ക നിവാസിയാണ്. എന്താ നിങ്ങൾ മദീനയിൽ വന്നിട്ടുള്ളത്? ഞാൻ ഉമറിനെ കാണാൻ വന്നതാണ്, ഞാൻ ഖലീഫയെ കാണാൻ വന്നതാണ്. എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം കാണാൻ വേണ്ടി ഖലീഫയോട് സംസാരിച്ച് ഒരു പരിഹാരം നിർദ്ദേശിച്ചു തരാൻ വേണ്ടി ഖലീഫയെ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇവിടെ എത്തിയപ്പോ രാത്രിയായി, നേരം വെളുത്തിട്ട് ഖലീഫയെ കാണണമെന്ന് കരുതി ഞാൻ നിൽക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തന്നെ പോയി പറയുന്നത്, ഖലീഫയോട് സംസാരിക്കാൻ ചെറുപ്പക്കാരൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. നമ്മളൊക്കെ ആണെങ്കിൽ ഉടനെ പറയാം, ഞാൻ തന്നെ ഖലീഫ എന്ന് പറയും. ഉമർ റളിയല്ലാഹു അൻഹു ഉള്ള രഹസ്യമാക്കി തന്നെ വെക്കുകയാണ്. ചെറുപ്പക്കാരൻ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചറിഞ്ഞിട്ടില്ല. ചെറുപ്പക്കാരൻ എനിക്ക് ഖലീഫയെ കാണണം, നേരം വെളുത്തിട്ട് കാണാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോ വിഷമമലട്ടിക്കൊണ്ടിരിക്കുന്ന മുഖമാണ് ആ ചെറുപ്പക്കാരന്റെ മുഖത്ത്. വിഷമമല്ലാത്ത പ്രയാസമുള്ളതായിട്ട് അനുഭവപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു മനുഷ്യനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ വല്ലാത്ത പ്രയാസം നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നു. നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങൾ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം, പ്രയാസം എന്താണെന്ന് ആ ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോ ചെറുപ്പക്കാരൻ ഉടനെ പറയുകയാണ്, ഈ ടെന്റിന്റെ ഉള്ളിൽ, ഈ തമ്പിന്റെ ഉള്ളിൽ എന്റെ ഭാര്യയുണ്ട്, അവൾ പ്രസവ വേദന അനുഭവിച്ച് കിടക്കുകയാണ്. എന്റെ ഭാര്യയുടെ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരാളെ പോലും ലഭിച്ചിട്ടില്ല, ഞാൻ വലിയ വിഷമത്തിലാണെന്ന് ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കേണ്ട താമസം ആ ചെറുപ്പക്കാരനോട് പറയുന്നു, നിങ്ങൾ ഇവിടെ നിൽക്കും, ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ തിരിച്ചു വരാം,
നമ്മുടെ ഭാര്യയുടെ പ്രസവ ശുശ്രൂഷക്ക് പറ്റിയ ഒരു പെണ്ണുമായിട്ട് ഞാൻ വരാമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയും ഉടനെ തിരിച്ചു പോവുകയും തന്റെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സഹധർമ്മിണിയായ ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് ഉമ്മു കുൽസൂമിനോട് പറയുകയാണ്, മക്കക്കാരനായ നമ്മുടെ സഹോദരൻ അവിടെ ടെന്റ് കെട്ടി താമസിക്കുന്നുണ്ട്. ഖലീഫയെ കാണാൻ വന്ന സഹോദരനാണ്. ആ സഹോദരന്റെ ഭാര്യയ്ക്ക് പ്രസവവേദന അനുഭവിക്കുന്നുണ്ട്. ഉടനെ വരണം പ്രസവ ശുശ്രൂഷ നടത്തുവാൻ. നിങ്ങൾ എന്റെ കൂടെ ഉടനെ പോരണമെന്ന് പറഞ്ഞപ്പോ അനുസരണയുള്ള ഭാര്യ ഉമ്മു കുൽസൂം എന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉടനെ പുറപ്പെടുകയാണ്. ഒരുങ്ങി തയ്യാറായി. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തന്റെ വീട്ടിലുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ, ഭക്ഷണം പാകം ചെയ്യാനുള്ള മാവ്, അത് ഒരു സഞ്ചിയിലാക്കി അത് കയ്യിൽ പിടിക്കുകയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭാര്യ ഉമ്മു കുൽസൂം ഓടിപ്പോവുകയാണ്. ആ സഹോദരന്റെ ടെന്റിന്റെ സമീപത്തേക്കെത്തി. ഭാര്യ പ്രസവ ശുശ്രൂഷ നിർവഹിക്കാൻ വേണ്ടി ടെന്റിന്റെ ഉള്ളിലേക്ക് കടന്നു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇപ്പുറത്തൊരു ഭാഗത്ത് അടുപ്പ് കൂട്ടിക്കൊണ്ട് ഭക്ഷണം പാകം ചെയ്യുകയാണ്. ചെറുപ്പക്കാരനോ ഒഴിഞ്ഞു കുത്തിരിക്കാൻ. ചെറുപ്പക്കാരന് ഇത് ആരെന്നറിയില്ല, ഖലീഫയാണെന്നറിയൂല. ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുകയാണ്. വിഷമുണ്ട്, മനസ്സിന്റെ പ്രയാസമുണ്ട്. ആ സമയത്ത് ആരാ ഭക്ഷണം ഉണ്ടാക്കുക? ഭക്ഷണം ഉണ്ടാക്കണില്ല. ഭാര്യയുടെ പ്രസവവേദനയിൽ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ വിഷമം സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടറിയുകയാണ്. തന്റെ ഭാര്യയെ പരിചരിക്കാൻ വേണ്ടി ഉമ്മു കുൽസൂം ബീവിയെ കൊണ്ടുവരികയാണ്. പരിചരണം, പ്രസവ ശുശ്രൂഷ ഭാര്യ എടുക്കുകയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് പുറത്ത് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹാ വിളിച്ചു പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ ബശ്ശിർ അഹാക അന്ന സൗജതഹു വലിദ വലദാ. നിങ്ങളുടെ സഹോദരനിക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. മക്കക്കാരനായ നിങ്ങളുടെ സഹോദരന് അമീറുൽ മുഅ്മിനീനെ താങ്കളുടെ മക്കക്കാരനായ സഹോദരന് സന്തോഷ വാർത്ത അറിയിക്കണം. അവന്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, ആൺകുട്ടിയാണ് പ്രസവിച്ചത് എന്ന സന്തോഷ വാർത്ത അറിയിക്കണമെന്ന്. ആൺകുട്ടിക്ക് ജന്മം നൽകിയിട്ടുണ്ട് നിങ്ങളുടെ മക്കക്കാരനായ സഹോദരന്റെ ഭാര്യ എന്ന് ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹ വിളിച്ചു പറഞ്ഞ എങ്ങനെ? അമീറുൽ മുഅ്മിനീൻ എന്ന. അമീറുൽ മുഅ്മിനീൻ. അപ്പോഴാണ് ചെറുപ്പക്കാരൻ വിളി കേട്ടത്. അമീറുൽ മുഅ്മിനീൻ എന്നാണ് വിളിച്ചത്. ഇത് കേട്ടപ്പോ ചെറുപ്പക്കാരൻ അത്ഭുതം കൂറുകയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നുകൊണ്ട് സങ്കടം പറയുകയാണ്. ഈ ഒന്നുമല്ലാത്ത തനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ അല്ലാതെ ആശ്ലേഷിക്കുകയാണ്. തന്റെ സന്തോഷം അവിടെ പ്രകടിപ്പിക്കുകയാണ്. അതായിരുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നിലേൽപ്പിച്ച ദൗത്യം. തന്റെ ഭരണീയർക്കുള്ള പ്രയാസം അത് കണ്ടറിയുന്നവരായിരുന്നു അവരൊക്കെ. അതാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഹിംസിലെ ഗവർണറായി സയ്യിദുനാ സഈദ് ബിൻ ആമിർ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഹിംസിലെ ഗവർണറായി നിയോഗിച്ചു. സഈദ് ബിൻ ആമിറിനെ ഹിംസിലേക്കുള്ള ഗവർണറായി നിയോഗിക്കുകയാണ്. ആ സമയത്ത് അധികാരത്തിന്റെ പിന്നാലെ കടിച്ചു തൂങ്ങുന്നവരൊക്കെ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട വാക്കാണ്. സഈദ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, നിങ്ങൾ എന്നെ ഒരിക്കലും ഗവർണറായി നിയമിക്കരുത്, എനിക്കതിന് കഴിയൂല, ആ ദൗത്യം നിർവഹിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് പിന്മാറാൻ ശ്രമിക്കുകയാണ് സഈദ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒത്തുചേർന്ന് എന്നെ ഖലീഫയായി നിയമിച്ചു. നിങ്ങളെല്ലാവരും എന്നെ ഖലീഫയായി നിയമിച്ചു. ഖലീഫയായി നിങ്ങൾ എന്നെ നിയമിച്ചിട്ട്, ഖലീഫയായി നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തിട്ട്, നിങ്ങളുടെ ഖലീഫയായ നിങ്ങളുടെ നേതാവായ ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ ഒരുക്കമല്ലേ? അത് വല്ലാതെ മനസ്സിൽ തറച്ചു. സഈദിന്റെ മനസ്സിലേക്ക് വല്ലാതെ തറച്ചുപോയി ആ വാക്ക്. സഈദ് റളിയല്ലാഹു അൻഹു നിർബന്ധിതനായി ഗവർണർ സ്ഥാനം ഏറ്റെടുത്തു. ഹിംസിലെ ഗവർണറായി നിയോഗിക്കപ്പെട്ടു. പിന്നീട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഹിംസിലെ ആളുകൾ ഒരു യാത്രാ സംഘം മദീനയിലേക്ക് വരികയുണ്ടായി. ഒരു യാത്രാ സംഘം
ഹിംസിലെ ആളുകൾക്ക്, ഹിംസ് നിവാസികൾക്ക് ഹിംസിനിക്കന്ന് കുവൈപ്പ എന്നൊരു പേര് കൂടി ഉണ്ടായിരുന്നു. ഒരു സ്ഥാനപ്പേര് കിട്ടിയിരുന്നു ഹിംസിനിക്ക് കുവൈപ്പ എന്ന പേര് കിട്ടാൻ കാരണം കൂഫയ്ക്കൊരു സ്വഭാവമുണ്ട്, കൂഫക്കാർക്കൊരു സ്വഭാവമുണ്ട്. കൂഫക്കാർ അവരുടെ ഭരണാധികാരികളെ വല്ലാതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. കൂഫക്കാരുടെ സ്വഭാവമാണ്. അവർക്ക് വന്ന ഭരണാധികാരികളൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. എത്ര നല്ല രീതിയിൽ എടുത്താലും കുറ്റം പറയും. അങ്ങനത്തെ സ്വഭാവം കൂഫക്കാർക്കുണ്ടായിരുന്നു. ആ കൂഫക്കാരുടെ ചെറിയ സ്വഭാവം ആർക്കുണ്ടായിരുന്നു? ഹിംസിൽ ആളുകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഹിംസിനിക്ക് കുവൈപ്പ എന്ന പേരുണ്ടായിരുന്നു. ചെറിയ കൂപ്പ, ഒരു ചെറിയ കൂപ്പന്റെ സ്വഭാവം ഹിംസുകാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഹിംസിനിക്ക് കുവൈപ്പ എന്ന പേരുണ്ടായിരുന്നു. അങ്ങനത്തെ ഈ ഹിംസിലെ കുറച്ച് ആളുകൾ യാത്രാ സംഘം മദീനയിൽ വന്നു. മദീനയിൽ വന്നപ്പോ അവര് ഖലീഫയെ കാണാൻ വേണ്ടി എത്തി. ആ സമയത്ത് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അവർ കടന്നു വന്നു. അവരോട് ഹിംസിലെ പാവപ്പെട്ടവരെ കുറിച്ച് അന്വേഷിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണല്ലോ. ഹിംസിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അന്വേഷിച്ചു. നാട്ടിലുള്ള പാവപ്പെട്ടവർ ആരൊക്കെയാണെന്ന് അന്വേഷിച്ചു. അവരുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ യാത്രാ സംഘത്തോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവര് ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. ലിസ്റ്റ് തയ്യാറാക്കി ഖലീഫയുടെ കൈവശം അത് നൽകി. ലിസ്റ്റിന്റെ നാട്ടിലെ ഹിംസിലെ പാവപ്പെട്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കി. ആ ലിസ്റ്റില് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോ അതിലുണ്ട് സഈദ് ബിൻ ആമിർ ജമൂഅ് റളിയല്ലാഹു അൻഹു. ഗവർണർ ഉമർ റളിയല്ലാഹു അൻഹു ലിസ്റ്റ് വായിച്ചു നോക്കുമ്പോ ഹിംസിലെ ഗവർണറായി താൻ നിയോഗിച്ച സഈദ് ബിൻ ആമിറും അവരുടെ കൂട്ടത്തിലെ ഫഖീറാൻ, പാവപ്പെട്ടവനാണ്, കഷ്ടതനുഭവിക്കുന്ന ആളാണ്. ഇത് വായിച്ച സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ലിസ്റ്റ് വായിച്ചപ്പോ ഈ പേര് കണ്ടപ്പോ ഉടനെ മോനെ താമസിച്ചില്ല 1000 സ്വർണ്ണ നാണയങ്ങൾ ഒരു കീഴിലാക്കി എടുത്തു കൊടുത്തു. എന്നിട്ട് ഇത് നിങ്ങളുടെ ഗവർണർക്ക് നൽകണമെന്ന് ആ യാത്രാ സംഘത്തോട് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. യാത്രാ സംഘം ഹിംസിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നു, ഹിംസിലെത്തി. ഗവർണറെ കണ്ടു. അവർ ഗവർണറുടെ അടുത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ച സ്വർണ്ണ നാണയങ്ങളുള്ള കിഴി ഏൽപ്പിക്കുകയാണ്. 1000 സ്വർണ്ണ നാണയങ്ങളുടെ കിഴി ഹിംസിന്റെ ഗവർണറായ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഏൽപ്പിച്ചപ്പോ സഈദ് ബിൻ ആമിർ ഉടനെ പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. മുസീബത്ത് വരുമ്പോ പറയേണ്ട വാക്കാണെന്ത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് ഭൗതികമായ മുസീബത്തായാലും വേണ്ടില്ല, ആത്മീയമായ മുസീബത്തായാലും വേണ്ടില്ല. ഏറ്റവും വലിയ മുസീബത്ത് ഏതാ? ആത്മീയ മുസീബത്താണ്. തന്റെ ദീനിനെ നഷ്ടപ്പെടുന്ന മുസീബത്തല്ലേ, ദീനിനെ നഷ്ടപ്പെടുത്തുന്ന മുസീബത്തല്ലേ ഏറ്റവും വലിയ മുസീബത്ത്. അതുകൊണ്ട് തന്നെ സഈദ് അത് മനസ്സിലാക്കുകയാണ്. സഈദ് റളിയല്ലാഹു അൻഹു ഉടനെ പറയുകയാണ്, ഈ സ്വർണ്ണ കിഴി തന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പോ പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് കേട്ടു സഈദിന്റെ ഭാര്യ റളിയല്ലാഹു അൻഹാ. ഭാര്യക്കറിയായി യാത്രാ സംഘം വരുന്നത് മദീനയിൽ നിന്നാണ്. മദീനയിൽ നിന്ന് തിരിച്ചു വരുന്ന യാത്രാ സംഘം അവര് സഈദിനോട് സംസാരിച്ചപ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദീനയിലെന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്നാണ് ഭാര്യ മനസ്സിലാക്കിയത്. ഉടനെ ഭാര്യ ചോദിച്ചു സഈദിനോട്, അമാത ഖലീഫത്തു റസൂലില്ലാഹ്. സഈദേ, ഭർത്താവിനെ വിളിച്ചുകൊണ്ട് ഭാര്യ ചോദിക്കുകയാണ്, നമ്മുടെ ഖലീഫ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടോ? അതോക്കിയ ഖലീഫത്തുന, നമ്മുടെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു സഈദിനോട്. അപ്പൊ ഭാര്യയോട് സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഖലീഫ മരിച്ചിട്ടില്ല, അതിനേക്കാൾ വലിയ മുസീബത്താണ് നമുക്ക് വന്നിട്ടുള്ളതെന്ന് സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. ഖലീഫ മരിക്കുന്നതിനേക്കാൾ വലിയ മുസീബത്താണ് ഇപ്പൊ നമുക്ക് വന്നിട്ടുള്ളത്. ഉടനെ ചോദിച്ചു മദീന നിവാസികൾക്ക് വല്ല പ്രയാസങ്ങളും സംഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ സഹോദരന്മാരായ മുഅ്മിനീങ്ങളായ മദീനക്കാർക്ക് വല്ല വിഷമങ്ങളും വന്നിട്ടുണ്ടോ?
സഈദിനോട് ചോദിക്കുമ്പോ സഈദ് പറയുന്നു, ഇല്ല, മദീനക്കാർക്കൊരു പ്രശ്നവുമില്ല, വൽ അംറു വൽ മുസീബത്തു അശദ്ദു മിൻഹു, അതിനേക്കാൾ വലിയ മുസീബത്താണ് വന്നിട്ടുള്ളതെന്ന് സഈദ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഭാര്യക്ക് തിരിഞ്ഞില്ല, എന്താണ് ഈ പറയുന്നത്? ഖലീഫക്കൊന്നും പറ്റിയിട്ടില്ല, മുഅ്മിനീങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല, പിന്നെ ഇതിനേക്കാളൊക്കെ വലിയ മുസീബത്ത് എന്താ? സഈദിനോട് ചോദിച്ചപ്പോ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ദീന് ഫസാദാക്കാൻ ദുനിയാവിലേക്ക് കടന്നു വന്നിരിക്കുന്നു, എന്റെ ദീന് നഷ്ടപ്പെടുത്താൻ, എന്റെ ദീന് നഷ്ടപ്പെടുത്താൻ ദുനിയാവെനിക്ക് കടന്നു വന്നിരിക്കുന്നു. ഇതാണ് ഞാൻ ഏറ്റവും വലിയ മുസീബത്തായി കാണുന്നതെന്ന് സയ്യിദുനാ സഈദ് ഇബ്നു ആമിർ. എന്നിട്ട് ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ സഹായിക്കണം. ഭാര്യയെ വിളിച്ചിട്ട് പറയാണ്, എന്റെ ദീന് നഷ്ടപ്പെടുത്താൻ ദുനിയാവ് കടന്നു വന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ എന്നൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് സഈദ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് ആവശ്യപ്പെടുകയാണ്. ഭാര്യ പറഞ്ഞു, ഞാൻ സഹായിക്കാം, എന്താ ചെയ്യേണ്ടത്? നമ്മളൊക്കെ ബന്ധുങ്ങളാണെങ്കിൽ ഇങ്ങൊക്കെ വേണ്ട, ഇങ്ങോട്ട് തന്നളി, ഞാനത് ആക്കിച്ചോളാം പറയും. സഈദിന്റെ ഭാര്യ ഉടനെ ഞാൻ തയ്യാറാണ്, നിങ്ങളെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ 1000 സ്വർണ്ണ നാണയങ്ങൾ വിവിധ കിഴികളാക്കി, സ്വർണ്ണ നാണയങ്ങളെ കീഴയച്ചുകൊണ്ട് ചെറിയ ചെറിയ കിഴികളാക്കി, ചെറിയ കെട്ടുകളാക്കി മാറ്റുകയാണ്. ചെറിയ കെട്ടുകളാക്കി മാറ്റിയിട്ട് ഹിംസിലെ പാവപ്പെട്ടവർക്ക് മുഴുവനും വിതരണം ചെയ്ത് സഈദ് ഇബ്നു ആമിർ ഒക്കെ കൊടുത്തു. ഒരു നാണയത്തിട്ട് പോലും, ഒരു നാണയത്തിന്റെ ചെറിയ തുണ്ടം പോലും വെക്കാതെ എല്ലാം പാവങ്ങൾക്ക് ധർമ്മം ചെയ്തു സയ്യിദുനാ സഈദ് ഇബ്നു ആമിർ. അതിന് താങ്ങായി, അതിന് തുണയായിട്ട് നല്ലൊരു ഇണയുമുണ്ടായി. അങ്ങനെ പിന്നെയും ഭരണം തുടരുകയാണ്. അതിന്റെ ഇടയിൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിംസ് സന്ദർശിക്കാൻ വന്നു. ഹിംസിലേക്ക് തിരിച്ചു വന്നു. ഉമർ റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി, ഗവർണർ ഭരിക്കുന്ന പ്രദേശം കാണാൻ വേണ്ടി, ഗവർണറെ നിയോഗിച്ച ഭരണപ്രദേശം കാണാൻ വേണ്ടി രാഷ്ട്രപതി വരുമല്ലോ, അതുപോലെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരികയാണ്. കടന്നു വന്നു ഹിംസിലേക്ക് കടന്നു വന്നു. ഖലീഫ വന്നിട്ടുണ്ടെന്ന വിവരം കിട്ടിയപ്പോ കുവൈഫക്കാരല്ല ഇവർ മണ്ടി വന്നു. ആരടുത്തേക്ക്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക്. എന്തിന്? പരാതിപ്പെട്ടിയുമായിട്ട് പരാതി പറയാൻ. ആരെക്കുറിച്ച്? ഗവർണറായ സഈദിനെ കുറിച്ച് പരാതി പറയാൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. അവർ വന്നിട്ട് 4 പരാതി പറഞ്ഞു. ഞാൻ നിർത്താം, സമയം ഇന്റേതായിട്ടുണ്ട്, നിങ്ങൾക്കായിട്ടില്ല, എനിക്ക് സമയമായിട്ടുണ്ട്. സഈദ് ഇതുകൂടി പറഞ്ഞു നിർത്താം. സഈദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പരാതി പറയാണ്. 4 പരാതികളാണ് പ്രധാനമായും അവർ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഉന്നയിച്ചത്. ഒന്നാമത്തെ പരാതി അവർ നൽകിയത്, ഞങ്ങളുടെ ഭരണാധികാരിയായ, ഞങ്ങളുടെ ഗവർണറായ സഈദ് എല്ലാ ദിവസവും നേരം വെളുത്ത് കുറച്ച് വൈകിയിട്ട് ഞങ്ങളെ ഭരണ കേന്ദ്രത്തിലേക്ക് എത്താറുള്ളൂ. ഉദ്യോഗത്തിലേക്ക്, ഓഫീസിലേക്ക് സഈദ് വരുമ്പോ നേരം വെളുത്ത് കുറെ വൈകാറുണ്ട്. നന്ന നേരത്തൊന്നും ആരെത്താറില്ല. സഈദ് ഓഫീസിൽ വരാറില്ല, കുറെ വൈകാറുണ്ട്. സഈദ് ഓഫീസിലെത്തുമ്പോഴേക്കും റളിയല്ലാഹു ചോദിച്ചു സഈദിനെ വിളിച്ചിട്ട്, ശരിയാണോ നിങ്ങളുടെ നാട്ടുകാർ, നിങ്ങളുടെ പ്രജകൾ, ഹിംസിലെ ആളുകൾ പറയുന്നത് സഈദേ സത്യമാണോ? അതേ ഖലീഫ, സത്യമാണ്, അവർ പറഞ്ഞത് സത്യമാണ്. ഞാൻ വൈകിയിട്ട് അല്പസമയം ഞാൻ വൈകാറുണ്ട്. വൈകാനുള്ള കാരണം എനിക്ക് ആകെ ഉള്ളതൊരു വസ്ത്രമാണ്. വൈകാനുള്ള കാരണം, ഞാന് എന്റെ ഭാര്യയ്ക്ക് പരിചാരകരായിട്ടാരുമില്ല. എന്റെ ഭാര്യയ്ക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുത്ത് വീട്ടിലുള്ള ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്ത് അതിന്റെ ശേഷമാണ് ഞാൻ എന്റെ ദൗത്യം നിർവഹിക്കാൻ, എന്റെ നാട്ടുകാരുടെ കാര്യം നിർവഹിക്കാൻ വരാറ്. വീട്ടിലെ കാര്യം കൂടി നോക്കിയിട്ട് വേണം എനിക്ക് ഇങ്ങോട്ട് വരാൻ. അതുകൊണ്ട് വീട്ടിലെ ഭാര്യയെ സഹായിച്ചുകൊണ്ട് ഞാൻ നിൽക്കാറുണ്ട്. അതിന്റെ പേരിലാണ് അല്പസമയം ഞാൻ വൈകുന്നതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് സഈദ് പറഞ്ഞു. കാരണം ബോധിപ്പിച്ചു. വൈകാനുള്ള ഒരു കാരണം ഇതാണ്, ഭാര്യയെ സഹായിച്ച് ഭാര്യയ്ക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് ഞാൻ വീട്ടിൽ അല്പസമയം നിൽക്കാറുണ്ട്, അതാണ് സമയം വൈകുന്നത്. രണ്ടാമത്തെ പ്രശ്നം, ഹിംസിലെ ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് രണ്ടാമത്തെ പരാതി പറയുകയാണ്. ഞങ്ങളുടെ ഗവർണറായ സഈദ് മാസത്തിൽ ഒരു ദിവസം ലീവ് എടുക്കാറുണ്ട്.
മാസത്തിലൊരു ദിവസം സയ്യിദ് തീരെ ഓഫീസ് വരില്ല, എന്നും വൈകിയ വരിക. മാസത്തിലൊരു ദിവസം സയ്യിദ് ലീവാണ് എന്ന് അവർ പരാതി പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു സയ്യിദിനോട്, സയ്യിദേ, അവർ പറഞ്ഞത് സത്യമാണോ, ഇത് യാഥാർത്ഥ്യമാണോ? സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർച്ചയായും അത് സത്യമാണ്. മാസത്തിൽ ഒരു ദിവസം ഞാൻ ലീവ് എടുക്കാറുണ്ട്. എന്ന് ഞാൻ ലീവ് എടുക്കാനുള്ള കാരണം ഖലീഫയായ താങ്കളോട് ഞാൻ പറയുകയാണ്, എന്റെ ഇല്ലായ്മ പറയുകയല്ല, കുടുങ്ങിയിട്ട് പറയുകയാണ്. ഖലീഫയാകുന്ന താങ്കളോട് ബോധിപ്പിക്കൽ എന്റെ ആവശ്യമാണല്ലോ, അതുകൊണ്ട് ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. എനിക്കാകെയുള്ളതൊരു വസ്ത്രമാണ്, എനിക്കാകെ അണിയാനുള്ളതൊരു വസ്ത്രമാണ്. നല്ല തണുപ്പുള്ള രാത്രിയിൽ, മഞ്ഞ് പെയ്യുന്ന രാത്രികളിൽ എന്റെ വസ്ത്രം അലക്കി ഞാൻ ഇടാറുണ്ട്. വസ്ത്രമലക്കിയ വസ്ത്രം ശരീരത്തിൽ അണിയാൻ പറ്റില്ല. അത് ഉണങ്ങാൻ വേണ്ടി മാസത്തിൽ ഒരിക്കൽ മാത്രം അത് വൃത്തിയാക്കി അത് ഉണങ്ങാൻ ഞാൻ ഒരു ദിവസം കാത്തു നിൽക്കാറുണ്ട്. ആ ദിവസമാണ് ഞാൻ ലീവ് എടുക്കുന്നതെന്ന് സഈദ് ബിൻ ആമിറുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. മാസത്തിൽ ഒരു ദിവസം ലീവ് എടുക്കണേ, അണിഞ്ഞ വസ്ത്രം ആകുന്നുള്ളൂ, അത് മുഷിഞ്ഞിട്ടുണ്ടാകും, അതൊന്ന് കെടുകി വൃത്തിയാക്കി അത് ഉടങ്ങാൻ വേണ്ടി എടുക്കുന്ന സമയമാണ്. അതുകൊണ്ടെന്ന് വേറെ വസ്ത്രത്തിൽ വരാൻ കഴിയൂല, വേറെ വസ്ത്രമില്ല, നഗ്നനായി ഓഫീസിലേക്ക് വരാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് ഞാൻ എന്റെ വസ്ത്രം ഉണങ്ങാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? നമ്മളങ്ങനെ നിൽക്കണേ, നമ്മൾക്കൊന്ന് ആലോചിക്കാൻ വയ്യ. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അവർക്കൊക്കെ ബോധം ഉണ്ടായിരുന്നു. നമ്മളെ പൂർവികർക്ക് ഈ സുഖം വല്ലാതല്ലായിരുന്നു, ഭൗതിക സുഖം. പക്ഷെ അവർക്കൊക്കെ ഉണ്ടായിരുന്നൊരു സുഖം, മനസ്സിന് ഭയങ്കര സുഖം. നമുക്കിപ്പോ ഇഷ്ടം പോലെ ദുനിയാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു സുഖമല്ല. വലിയ മൊയലാളിനോട് വർത്തമാനം നമുക്ക് തന്നെ തോന്നും, ഒരു മൊയലാളിനെ കാണും, അവനൊക്കെ അവന്റെ വണ്ടിയിലൊക്കെ പോണ കാണുമ്പോ നല്ല സുഖമാണ് അവന് തോന്നും. എന്താ മൊയലാളിയെ വർത്താനം ചോദിച്ചാ അപ്പോഴേ അറിയുള്ളൂ, അങ്ങനെ പോണു പറയും, അങ്ങനെ ആണ് അവസ്ഥ. ഏതായാലും ഞാൻ അതിലൊന്നും കിടക്കല്ല. സഈദ് പറഞ്ഞു, എനിക്കാകുള്ളൊരു വസ്ത്രമാണ്, അത് ഉണക്കാൻ വേണ്ടിയാണ് ഒരു ദിവസം ഞാൻ ലീവ് എടുക്കുന്നത്. മൂന്നാമത്തെ പരാതി അവർ പറഞ്ഞു, ഞങ്ങളുടെ ഖലീഫ രാത്രി ജനങ്ങളോട് സംസാരിക്കാറില്ല. രാത്രിയായ ഖലീഫ മുണ്ടൂല, ഒരു മനുഷ്യനോടും മുണ്ടൂല. രാത്രിയായ ഊമയായി ഞങ്ങളെ ഖലീഫ മുണ്ടാറില്ല ഒരാളോടും. ഞങ്ങളെ ഖലീഫ പകൽ എത്രയും സംസാരിക്കും, രാത്രിയായാൽ ഖലീഫ ഞങ്ങളോട് സംസാരിക്കാറില്ല എന്നതാണ് മൂന്നാമത്തെ പരാതിയായി അവര് ഗവർണറെ കുറിച്ച് ഖലീഫയോട് പരാതി നൽകിയത്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അവർ പരാതി പറയുകയാണ്, ഹിംസിലാളുകൾ രാത്രി മുണ്ടൂല. ആ സമയത്ത് ഫ്രാൻസിലെ ഗവർണറായ സഈദ് ബിൻ ആമിർ പറയുകയാണ്, പകൽ സമയം ഞാൻ ജനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുകയാണ്. മുഴുവൻ സമയം ജനങ്ങൾക്ക് നീക്കിവെക്കാൻ പറ്റില്ലല്ലോ. എന്നെ സൃഷ്ടിച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന റബ്ബില്ലേ, എന്റെ റബ്ബിന് വേണ്ടി എന്റെ രാത്രിയെ ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. രാത്രി ഞാൻ മുഴുവൻ എന്റെ റബ്ബുമായിട്ടുള്ള മുനാജാത്തിലാണ്. അതിനുവേണ്ടി ഞാൻ എന്റെ രാത്രിയെ മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ജനങ്ങളോട് രാത്രി സംസാരിക്കാത്തത്. സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നാലാമത്തെ പരാതി കൂടി അവർ ഉന്നയിക്കുകയാണ്, ഞങ്ങളുടെ ഗവർണർ, നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ ഗവർണർ ചില സമയങ്ങളിലൊക്കെ ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ ബോധരഹിതനായി വീഴാറുണ്ട്. ബോധം കെട്ട് വീണ് ചെറിയ കൊണക്കടുണ്ട്. ഞങ്ങളെ ഗവർണർക്ക് ഇടക്കിടക്കൊക്കെ ബോധം കെടും. ഗവർണർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് നാലാമത്തെ പരാതിയും അവർ പറഞ്ഞപ്പോ സഈദിനെ വിളിച്ചുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട ഖലീഫ ചോദിക്കുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇത് യാഥാർത്ഥ്യമല്ലേ? ഇവർ പറയുന്നത് സത്യമാണോ? നിങ്ങൾക്ക് ബോധക്ഷയം ഉണ്ടാവാറുണ്ടോ? ഖലീഫയോട് സഈദ് പറയുന്നു, അത് സത്യമാണ്, എനിക്കിടയ്ക്കിടയ്ക്ക് ബോധക്ഷയം സംഭവിക്കാറുണ്ട്. ബോധക്ഷയം സംഭവിക്കാനുള്ള സാഹചര്യം കൂടി ഞാൻ പറയാമെന്ന് പറഞ്ഞ് സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് റബ്ബ് തആല വലിയൊരു കൂട്ടുകാരനെ നൽകിയിരുന്നു. എന്റെ കൂട്ടുകാരൻ ഖുബൈബിനെ കഴിമരത്തിൽ ശത്രുക്കൾ തൂക്കിയിട്ടുകൊണ്ട്, ഖുബൈബ് നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആവലിനെ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച രംഗം ഞാൻ ഓർക്കാറുണ്ട്. അങ്ങനെ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റി അവർ വധിച്ചതായ സമയം, ഖുബൈബ് തൂക്കുമരത്തിൽ കിടന്ന് പടയുന്ന സമയം, എന്റെ ഖുബൈബ് അങ്ങനെ ലോകത്തോട് വിട പറയുന്ന
സമയം എന്റെ ഹുബൈബിനെ രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ആ സമയത്ത് ഞാൻ നിരാശനായിക്കൊണ്ട് ഹുബൈബിനെ സഹായിക്കാൻ കഴിയാതെ നിന്നുപോയതിൽ ഓർത്തുകൊണ്ട്, ആ നിമിഷമോർത്തുകൊണ്ട് ഹുബൈബ് ലോകത്തോട് വിട പറഞ്ഞ രംഗമോർത്ത് പലപ്പോഴും എനിക്ക് ബോധക്ഷയം വരാറുണ്ട്. കുറ്റബോധം കൊണ്ട് എന്റെ സഹോദരൻ ഹുബൈബ് കഴിമരത്തിൽ പരിശുദ്ധ ദീനിന്റെ ഉന്നതിക്ക് വേണ്ടി റബ്ബേകനാണ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്, ആ റസൂലിനെ അംഗീകരിച്ചതിന്റെ പേരിൽ മക്ക സത്യനിഷേധികളായ ആളുകൾ, പരിശുദ്ധ റസൂലിന്റെ ശത്രുക്കൾ, പരിശുദ്ധ ദീനിന്റെ ശത്രുക്കൾ ഹുബൈബിനെ തൂക്കിലേറ്റിയ രംഗം അത് കണ്ണുകൊണ്ട് കാണാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഹുബൈബ് കഴിമരത്തിൽ കിടന്ന് പിടയുന്ന സമയത്ത് ഹുബൈബിനെ രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്നതിൽ എനിക്ക് കുറ്റബോധം വരാറുണ്ട്. അത് എന്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോ, ആ വിഷമം എന്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോ എനിക്ക് ബോധക്ഷയം വരാറുണ്ട്. ഇടക്കിടക്കൊക്കെ ആ ചിന്ത എന്റെ മനസ്സിൽ വരുമ്പോ എനിക്ക് ബോധക്ഷയം വരുന്നു. അതാണ് ഞാൻ ബോധം കെടാൻ കാരണമെന്ന് സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട്. അങ്ങനെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇവരുടെ പരാതി മനസ്സിലാക്കി അതിനൊക്കെ വ്യക്തമായ കാരണമുണ്ടെന്ന് അനുയായികൾക്ക് ബോധ്യപ്പെടുത്തി. സഈദ് ഇവർ പറയുന്നത് പോലെയല്ല, സഈദ് എല്ലാ നിലയ്ക്കും നീതിമാനാണ് എന്ന് നാട്ടുകാർക്കാണ് ബോധ്യപ്പെട്ടു. സഈദിന് വീണ്ടും സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വർണ്ണ കിഴി നൽകി 1000 സ്വർണ്ണ നാണയം പിന്നെയും കൊടുത്തു. അതും മുഴുവൻ ധർമ്മം ചെയ്തു. ഇതാണ് സഈദ് റളിയല്ലാഹു അൻഹു. ഇങ്ങനത്തെ ഇമാമുൻ ആദിൽ, അവരെന്റെ ശത്രുവാണ്. നീതിമാന്മാരായ ഭരണാധികാരികൾ എന്റെ ശത്രുവാണെന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു. ഇനി 13 വാക്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞത് ജീവിതത്തിൽ പകർത്താനും ഇത്തരം നല്ല ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നീതി ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നീതി അതിപ്രധാനമാണ്. പിതാവാണെങ്കിലും മാതാവാണെങ്കിലും എന്ത് ദൗത്യങ്ങളുണ്ടെങ്കിലും ആ കർമ്മങ്ങളിലൊക്കെ, ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നീതിയോടെ നിർവഹിക്കുമ്പോഴാണ് വിജയിക്കാൻ സാധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മക്കൾക്കിടയിൽ നീതി പുലർത്തേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഒരാൾ ഇരിക്കുകയാണ്. അങ്ങനെ അയാളുടെ അടുത്തേക്ക് തന്റെ 2 കുട്ടികൾ വന്നു. ഒന്ന് പെൺകുട്ടിയാണ്, ഒന്ന് ആൺകുട്ടിയുമാണ്. ഓടി വന്നപ്പോ ആൺകുട്ടി അയാള് മടിയിൽ തൊടയിലേക്ക് പിടിച്ച് ഇരുത്തി. ഒരാൺകുട്ടി ഒരു പെൺകുട്ടി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഓടി വന്ന ഇരിക്കുന്ന ആ മനുഷ്യന്റെ അടുത്തേക്ക് ഓടി വന്ന തന്റെ കുട്ടികളിൽ ആൺകുട്ടി അയാളെ പിടിച്ചിട്ട് തൊടയിലേക്ക് ഇരുത്തി. ചെറിയ കുട്ടിയാണ്. പെൺകുട്ടി വന്നപ്പോ അയാള് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അവിടെ അയാള് പെൺകുട്ടിയെ അടുപ്പിച്ചു നിർത്തി, തന്റെ അടുത്തേക്ക് അടുപ്പിച്ചു നിർത്തി. ഇത് കണ്ട അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം വിവർണമായി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മഅദൽ, നിങ്ങൾ ചെയ്തത് നീതിയല്ല, നിങ്ങൾ നീതി ചെയ്തിട്ടില്ല. ഒരു കുട്ടിനെ മടിയിലിട്ടിട്ടുണ്ടെങ്കിൽ ഇനി നിർത്തണമെങ്കിൽ നിർത്തുന്നത് ആൺകുട്ടിനെയാണ്. പെൺകുട്ടിനെ പിടിച്ച് മടിയിലിരുത്തണം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു ഉപ്പയുടെ നീതി എന്താണ്? മക്കൾക്ക് നൽകുന്നിടത്ത് മക്കൾക്ക് നൽകുന്ന സ്നേഹപ്രകടനത്തിൽ പോലും തുല്യനീതി നൽകണമെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ്. സ്നേഹം ഒരേപോലെ ആക്കാൻ കഴിയില്ല, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നിടത്ത് ഒരേപോലെ ആവാം. ഒരു കുട്ടിയോട് ഉപ്പക്ക് ഉമ്മക്ക് കൂടുതൽ സ്നേഹം ഉണ്ടാവാം, അത് മനസ്സിന്റെ അവസ്ഥയാണ്. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ കുട്ടികളെ മുമ്പിൽ അതൊരിക്കലും പ്രകടിപ്പിക്കാൻ പാടില്ല. എത്രത്തോളം നോക്കാണ് ഈ ഒരു ഉപ്പ ജീവിതകാലത്ത് മക്കൾക്ക് സമ്പത്ത് ഓഹരി ചെയ്യുകയാണെങ്കിൽ ആണ് പെണ്ണെന്ന വ്യത്യാസം പാടില്ല, തുല്യമായി കൊടുക്കണം. മനസ്സിലാക്കണം, കാര്യം മനസ്സിലാക്കണം ശരിക്ക്. ഇപ്പൊ പെണ്ണിന് തുല്യമായിട്ട് നൽകണം എന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കണല്ലോ, സമത്വത്തിന് വാദിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹ് നമ്മളെ കാക്കട്ടെ. ഇതാണ് വാദിച്ച ആള്. അയാളെ ആദ്യത്തിലുള്ള എന്താ? ഓ സീറോ ആണ്, സീറോ അബ്ദുറഹ്മാനാണ്. സീറോ അബ്ദുറഹ്മാൻ ഒന്നുമില്ല, ഓ അബ്ദുറഹ്മാൻ അല്ല, സീറോ അബ്ദുറഹ്മാൻ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പരിശുദ്ധ ഖുർആനെതിരെ സംസാരിക്കണം. എന്താ ഇവരൊക്കെ കഥ? ഒരു ഓല പണിയെടുത്തിടണ പോലെ. അല്ലാഹു ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ഏതായാലും എന്താ പറഞ്ഞപ്പോ ഞാൻ സ്ത്രീ
നീതി പുലർത്തണമെന്നുള്ളതിന്റെ റസൂൽ അവിടെ കൽപ്പിക്കുകയാണ്. സ്വത്ത് ഓരെയുമ്പോൾ ജീവിതകാലത്താണ് ഉപ്പ മക്കൾക്ക് മുതൽ നൽകുന്നതെങ്കിൽ അവിടെ ആണ് പെണ്ണെന്ന വ്യത്യാസം പാടില്ല, തുല്യമായി കൊടുക്കണം. അനന്തര സ്വത്ത് ഓരെക്കുമ്പോ ആളാണ് പറഞ്ഞത്. ഉപ്പയുടെ കാലശേഷം ഉപ്പ മരിച്ചതിന് ശേഷം ഉമ്മ മരിച്ചതിന് ശേഷം മക്കൾ മുതൽ ഓരെക്കാണെങ്കിൽ അവിടെ ആണ് പെണ്ണ് മാറ്റേണ്ടത്. അത് പരിശുദ്ധ ഖുർആന്റെ നസ്സ. അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റൂല. അത് അള്ളാന്റെ നിയമമാണ്, അവർ കൈകടത്തേണ്ട ആവശ്യമില്ല. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് നീതി എന്നത് അതിപ്രധാനമാണ്. അത് പുലർത്തുമ്പോഴേ ഒരാൾക്ക് വിജയിക്കാൻ സാധിക്കൂ. അതില്ലാത്തവൻ പിശാചിന്റെ കൂട്ടുകാരനാവും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നീതിയുള്ള ഭരണാധികാരി പിശാചിന്റെ ശത്രുവാണെന്ന് പറയുമ്പോ അക്രമിയായ ഭരണാധികാരി പിശാചിന്റെ ചങ്ങാതിയായിരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സ്ഥിരമായി ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 101 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. റബ്ബ് തആല ആ സഹോദരന് പരിപൂർണമായ രോഗശമനം നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ അസുഖങ്ങൾ എന്തു തന്നെയാണെങ്കിലും പരിശുദ്ധ ഖുർആനിന്റെ ഹഖ് കൊണ്ട്, ഹബീബായ റസൂലിന്റെ ഹഖ് കൊണ്ട് റബ്ബ് തആല പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആ സഹോദരന് റബ്ബ് തആല സമ്പൂർണമായ രോഗശമനം ഈ സംഭാവനയുടെ ഹഖ് കൊണ്ട് നൽകി അനുഗ്രഹിക്കട്ടെ. ചായയും കടിയും നൽകിയ ആളുകൾ ആക്ക് വേണ്ടി ദുആ ചെയ്യാൻ, അയാളുടെ ഹലാലായ മുറാദുകൾ, മനസ്സിലെ ഹലാലായ മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും റബ്ബ് തആല തീർത്തു കൊടുക്കട്ടെ. അദ്ദേഹം നൽകിയ ഭക്ഷണ പാനീയത്തിന് പകരം റബ്ബ് തആല സ്വർഗ്ഗത്തിലെ പാനീയങ്ങളും സ്വർഗീയത്തിലെ ഭക്ഷണവും കഴിക്കാനും കുടിക്കാനുമുള്ള അവസരം റബ്ബ് തആല സഹോദരൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മഹത്തായ പരിപാടി കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. റബ്ബ് തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ദീന് പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള സമയം ഉപയോഗപ്പെടുത്തിയാണ് അവരൊക്കെ ഇതിനിരിക്കുന്നത്. ജോലി തിരക്കുണ്ടായിട്ടും ഇത്തരം സംരംഭങ്ങൾ ഉള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ഇതിനോട് ബന്ധം പുലർത്തുന്ന ആളുകൾക്കൊക്കെ റബ്ബ് തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വിജ്ഞാന സദസ്സിൽ, ഖുർആന്റെ സദസ്സിൽ പങ്കെടുത്ത ആളുകൾക്ക് നൽകപ്പെടുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകപ്പെടുന്നവരിൽ അള്ളാഹു അവരെയും നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും റബ്ബ് തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബ് തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സുഖലോക സ്വർഗത്തിലും നമ്മയൊക്കെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉസ്താദിന് റബ്ബ് തആല എത്രയും പെട്ടെന്ന് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. കുറെ ആശ്വാസം ഉണ്ടെന്നല്ലേ പറഞ്ഞ് നിഫാക? തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ശത്രുക്കൾ അല്ലാഹു പരാജയപ്പെടുത്തട്ടെ. കണ്ണന്മാരുടെ കണ്ണിനെ തൊട്ടും സാഹിര്യങ്ങളുടെ സിഹറിനെ തൊട്ടും എല്ലാവിധ ആഫത്ത് മുസീബത്തുകളെ തൊട്ടും നമ്മെയും ഉസ്താദിനെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും റബ്ബ് തആല കാത്തുരക്ഷിക്കട്ടെ.